വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. പൂർണ്ണ ബോധത്തോടെ ഇയാൾ ഈ കൂട്ടക്കൊലകളൊക്കെ തന്നെ ചെയ്തു. ശാരീരിക പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ 2 ദിവസത്തിനകം ആശുപത്രി വിടാമെന്നുള്ള സൂചന മെഡിക്കൽ ബോർഡ് നേരത്തെ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തി ഈ കേസിൽ അഫാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ വിവരം കൂടി പുറത്തു വരുന്നത്. വെഞ്ഞാറമൂട് പോലീസാണ് രണ്ടാമതായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താമെന്നാണ് വെഞ്ഞാറമൂട് CI അനൂപ് പറയുന്നത്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് ആദ്യമേ രേഖപ്പെടുത്തിയിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റും. പിന്നീട് 2 കേസുകളിലെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും. സാമ്പത്തിക ബാധ്യത എന്നുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് നിലവിൽ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് കാരണം തന്നെയാണ് എല്ലാവരെയും കൊന്ന് സ്വയം ജീവനൊടുക്കാനും അഫാൻ തീരുമാനിച്ചത്. അതുതന്നെയാണ് പ്രേരണയായി മാറിയിട്ടുള്ളത്. താൻ ഒറ്റയ്ക്ക് മരിച്ചാൽ അനുജനും അമ്മയും ഒറ്റയ്ക്കാകും. അവർക്ക് ആരും തന്നെ ഉണ്ടാകില്ല. അവർ ജീവിക്കുകയല്ല, മറിച്ച് അവർ നരകിക്കുകയായിരിക്കും ഈ ഭൂമുഖത്ത് ചെയ്യുന്നത്. അത് തനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാമുകിയും ഒറ്റയ്ക്കാകും. ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെയും ഉപേക്ഷിക്കാനുള്ള മനസ്സ് വന്നില്ല. അവളെയും കൊണ്ടുപോകാനായി തീരുമാനിച്ചു. വല്യുപ്പയും ഭാര്യയും ഉമ്മുമ്മയും ഒക്കെ തങ്ങളെ ദ്രോഹിച്ചവരാണ്. തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയവരാണ്. എന്നിട്ടും കൈയയച്ച് സഹായിക്കാൻ അവരൊന്നും തന്നെ തയ്യാറായില്ല. അതുകൊണ്ട് അവരൊന്നും തന്നെ ഈ ഭൂമുഖത്ത് ജീവിക്കണ്ട എന്ന് താൻ കരുതി. അങ്ങനെയാണ് വീണ്ടും മൊഴി നൽകിയിരിക്കുന്നത്. അഫാൻ അന്നേ ദിവസം മദ്യപിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ലഹരി വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിച്ചോ, മയക്കുമരുന്നടക്കം ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല. അതിനുള്ള രക്തപരിശോധന, രാസലഹരി പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ഒരു വ്യക്തത ഉണ്ടാകും. ഇതുകൂടാതെ മറ്റു ബന്ധുക്കളെ കൂടി കൊല്ലാനുള്ള പദ്ധതി അഫാനുണ്ടായിരുന്നു. തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉമ്മയുടെ ബന്ധുക്കളായ അമ്മയെയും മകളെയും കൊല്ലണം, ഒപ്പം വെഞ്ഞാറമൂടുള്ള മാമനെയും കൊല്ലാൻ പദ്ധതിയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്തിയ തൻ്റെ കുഞ്ഞനുജൻ്റെ മുഖം കണ്ടപ്പോൾ, തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ തനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അതൊക്കെ തന്നെ നഷ്ടമായി. മനോവീര്യം തളർന്നുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായും ആ 3 പേരെ കൂടി കൊന്നായിരിക്കും അഫാൻ്റെ ഏറ്റവും ഒടുവിലെ കീഴടങ്ങൽ ഉണ്ടാവുമായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരൊക്കെ തന്നെ അഫാന്റെ മാനസിക നില പരിശോധിച്ചു കഴിഞ്ഞു. യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അവരോട് തന്നെയാണ് പ്രതി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പോലീസിനോട് മനോരോഗ വിദഗ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാനസിക പ്രശ്നമില്ല എന്നുള്ള റിപ്പോർട്ടും കിട്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും കുറ്റപത്രവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തയ്യാറാക്കുക. സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് പലരോടും അഫാൻ കടം ചോദിച്ചതും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കടബാധ്യതയുടെ പേരിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ പലതരത്തിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ചിട്ടിയും മറ്റും നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഓരോരുത്തരെയും കൊലപ്പെടുത്താനായി അഫാന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുക. അഫാന്റെ അനുജൻ, പെൺസുഹൃത്ത്, അച്ഛൻ്റെ മാതാവ്, അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നിങ്ങനെ 5 പേരെയാണ് ചുരുക്കൊണ്ട് തലക്കടിച്ച് അഫാൻ കൊലപ്പെടുത്തിയത്. ഉമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവർ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ്.